ദിവ്യകാരുണ്യത്തിലൂടെ നമ്മളിലേക്ക് കരുണ വർഷിച്ചുകൊണ്ട് ഈ നിമിഷങ്ങളിൽ നാമുമായി ഒന്നായി ചേരുവാനായിട്ട് കടന്നു വരുന്ന നമ്മുടെ ഈശോയെ നമുക്ക് ഹൃദയത്തിൽ സ്വീകരിക്കാം. കർത്താവിനെ നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് ഏറ്റെടുക്കാം. നമ്മുടെ ഹൃദയങ്ങൾ തുറന്ന് നമ്മുടെ ശരീരവും മനസ്സും ആത്മാവും എല്ലാം കർത്താവിന് സമർപ്പിച്ചുകൊണ്ട് മറിയത്തെ പോലെ പൂർണ്ണ സമർപ്പണത്തിന് വിധേയരായിക്കൊണ്ട് നമുക്ക് നമ്മുടെ കർത്താവിനെ സ്തുതിച്ച് ആരാധിക്കാം. കരങ്ങൾ ഉയർത്തി ഈ നിമിഷം നമ്മുടെ അടുത്തേക്ക് ആഗതനായിരിക്കുന്ന നമ്മുടെ പൊന്നുതമ്പുരാനെ നമുക്ക് സ്തുതിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി, ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ ആരാധന, ആരാധന. ഹല്ലേലൂയ, ഈശോയെ നന്ദി, ആരാധന. ഹല്ലേലൂയ, ഈശോയെ നന്ദി, ആരാധന, ആരാധന. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഈ കരുണയുടെ തിരുമണിക്കൂറിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഈശോയുടെ സ്നേഹം ഒരിക്കലും അസ്തമിക്കാത്ത സ്നേഹമാണ്. അതുകൊണ്ടാണ് ഈ ലോകത്തിൻ്റെ അവസാനം വരെ നമ്മോടൊപ്പമായിരിക്കുവാൻ വിശുദ്ധ കുർബാനയിൽ ഈശോ തൻ്റെ ദൈവത്വത്തെ ഇത്രമാത്രം ചുരുക്കി മനുഷ്യരുടെ ഇടയിൽ വസിക്കുന്നവനായി തീർന്നിരിക്കുന്നത്. നമ്മുടെ കർത്താവിൻ്റെ സ്നേഹവും കരുണയും നമ്മുടെ ബുദ്ധിക്കോ നമ്മുടെ ചിന്താഗതികൾക്കൊന്നും മനസ്സിലാക്കുന്നതിന് ഒക്കെ എത്രയോ അപ്പുറമാണ്. ആ വലിയ സ്നേഹത്തിലേക്ക് നമുക്കൊന്ന് ലയിക്കാം. കർത്താവിൻ്റെ ആ വലിയ കരുണ നമുക്ക് ജീവിതത്തിൽ ഏറ്റെടുക്കാം. പ്രിയമുള്ളവരെ, ഈ 3 മണി സമയത്ത് കർത്താവിൻ്റെ പീഡാസഹനങ്ങളോട് ചേർത്ത് വയ്ക്കാം നമ്മുടെ ജീവിതത്തിലെ വേദനകളും മുറിവുകളും സഹനങ്ങളും. നമ്മുടെ ജീവിതത്തിലെ ഓരോ പ്രശ്നങ്ങളും നമുക്ക് കർത്താവിൻ്റെ ആ വലിയ പീഡാസഹനത്തോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കാം. സഹിക്കുവാനുള്ള വലിയ ആത്മാവിൻ്റെ നിറവ് ലഭിക്കുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ വലിയ ശക്തി നമ്മളിൽ പ്രകടമാകുമ്പോൾ മാത്രമാണ് നമുക്ക് ജീവിതത്തിൽ സഹിക്കുവാനുള്ള ശക്തി കിട്ടുക. സഹനമെന്ന് പറയുന്നത് ദൈവത്തോടൊപ്പമുള്ള ഒരു സഹവാസമാണ്. ദൈവം താൻ സ്നേഹിക്കുന്നവർക്കാണ് സഹനങ്ങൾ നൽകുന്നത്. ദൈവത്തോട് ക്രൂശിതനായ കർത്താവിൻ്റെ സഹനങ്ങളോട് ചേർന്ന് നിൽക്കുമ്പോൾ മാത്രമാണ് പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ സഹനത്തിൻ്റെ അർത്ഥമെന്തെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. സഹനങ്ങളും വേദനകളും പ്രശ്നങ്ങളുമൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നാം ഒരിക്കലും സഹനത്തെ ഭയപ്പെടരുത്. ഒരിക്കലും നാം സഹനത്തിൽ നിന്ന് ഓടിയകലരുത്. സഹനത്തിൻ്റെ നിമിഷങ്ങളിൽ ദൈവത്തെ നാം പഴിക്കുകയോ ദൈവത്തിൽ നിന്ന് ഓടിയകലുകയോ ദൈവത്തെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുകയോ ചെയ്യരുത്. ദൈവത്തിനെതിരായോ ദൈവത്തെ പഴിച്ചുകൊണ്ടോ ആയിരിക്കരുത് നമ്മൾ സഹനത്തെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റെടുക്കുക. മറ്റു മനുഷ്യർക്കെതിരെയും പിറുപിറുത്തുകൊണ്ട് പഴിചാരിക്കൊണ്ട് നമ്മൾ നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങളെ ഏറ്റെടുക്കരുത്. അതിനൊക്കെ അപ്പുറത്ത് സഹനം നമ്മുടെ ജീവിതത്തിന്മേൽ ആഞ്ഞടിക്കുമ്പോൾ ആത്മാർത്ഥമായ തീഷ്ണതയുള്ള ഒരു പ്രാർത്ഥനാ ജീവിതം നമുക്കുണ്ടാകണം. കൗദാശികമായ ജീവിതത്തിൽ നമ്മൾ ആശ്രയിക്കണം. നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നാം ആഴപ്പെടണം. പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാനായിട്ട് ക്രൂശിതനായ കർത്താവിൻ്റെ മുമ്പിൽ കരങ്ങളുയർത്തി സഹനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് സന്തോഷത്തോടെ നമ്മളും പ്രാർത്ഥിക്കണം. കർത്താവിൻ്റെ കുരിശിൽ നിന്ന് സഹനത്തിൻ്റെ വേളകളിൽ നമ്മളിലേക്ക് സഹനത്തെ ഏറ്റെടുക്കുവാനും സഹനം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് നമ്മളെ വിശുദ്ധീകരിക്കുവാനായിട്ട് കടന്നു വന്നിരിക്കുന്ന ഒരു മാർഗമാണെന്ന് മനസ്സിലാക്കി സഹനത്തെ ജീവിതത്തിൽ ഏറ്റവും ആഴമായി ആശ്ലേഷിക്കുവാനുമുള്ള
ആ വലിയ ശക്തി കുരിശിൽ നിന്നാണ് പ്രിയമുള്ളവരെ നമുക്ക് ലഭിക്കുക. ഈശോയുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ ഈശോ സഹനങ്ങൾ ഏറ്റെടുത്തവനാണ്. ആരെയും, തൻ്റെ അമ്മയെയോ അപ്പനെയോ ശിഷ്യ ഗണത്തെയോ ഒന്നും ഈശോ സഹനങ്ങളിൽ നിന്ന് ഒഴിവാക്കിയിട്ടില്ല. ഞാൻ എന്തിന് സഹിക്കണമെന്ന് ഫൗസ്റ്റീന അസ്വസ്ഥപ്പെട്ടുകൊണ്ടിരുന്നപ്പോൾ ഉണ്ണിയേശുവിനെ കരങ്ങളിൽ ഏന്തിക്കൊണ്ട് പരിശുദ്ധ അമ്മ ഫൗസ്റ്റീനായെ സന്ദർശിച്ചു. ഫൗസ്റ്റീന വേദനയോടെ പരിശുദ്ധ അമ്മയോട് പറഞ്ഞു, മറിയമേ, എൻ്റെ അമ്മേ, ഞാൻ ഇത്രമാത്രം എന്തിന് സഹിക്കുന്നു? പരിശുദ്ധ അമ്മ ഫൗസ്റ്റീനായോട് പറഞ്ഞു, നീ എത്രമാത്രം സഹിക്കുന്നുവെന്ന് എനിക്കറിയാം മകളെ, എന്നാൽ നിൻ്റെ സഹനങ്ങളോടൊപ്പം ഞാനും സഹിക്കുകയാണ് എന്ന്. അത് കഴിഞ്ഞപ്പോൾ മുതൽ ഫൗസ്റ്റീന പറയുവാനായിട്ട് തുടങ്ങി, യാതൊരു പരാതിയും കൂടാതെ ഒരു പ്രാവിനെ പോലെ നിശബ്ദയായി ഞാൻ സഹിച്ചുകൊള്ളാം. ദുഃഖപൂർണമായ ഒരു പരാതിയും ഞാൻ എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഉയരുവാനായിട്ട് സമ്മതിക്കുകയില്ല. ഫൗസ്റ്റീന വീണ്ടും പറയുകയാണ്, സഹിക്കുന്ന ആത്മാവ് ദൈവത്താൽ ഏറെ സ്നേഹിക്കപ്പെടുന്ന ഒരു ആത്മാവാണ്. ഒരിക്കൽ ഈശോ ഫൗസ്റ്റീനായോട് പറഞ്ഞു, എൻ്റെ മകളെ, നിന്നോടൊപ്പമുള്ള എൻ്റെ സാന്നിധ്യത്തിൻ്റെ അടയാളമാണ് നീ നിൻ്റെ ശരീരത്തിലും മനസ്സിലും അനുഭവിക്കുന്ന വേദനകളും സഹനങ്ങളുമെന്ന്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ സാന്നിധ്യം വളരെ ശക്തിയോടുകൂടി പ്രവർത്തിക്കുന്നുവെന്നതിൻ്റെ അടയാളമാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സഹനങ്ങളും ക്ലേശങ്ങളും വേദനകളും എല്ലാം. ദൈവം നമ്മുടെ വേദനകൾ മാറ്റാത്തത് അതിനു പുറകിൽ പ്രിയമുള്ളവരെ ഒരു നന്മ കാണുന്നത് കൊണ്ടാണ്. നമ്മുടെ വേദനകൾ കാണുമ്പോൾ ദൈവത്തിൻ്റെ സ്നേഹവും കരുണയും മനസ്സലിവുമെല്ലാം നമ്മോടൊപ്പമുണ്ട്. നമ്മുടെ സഹനത്തെപ്പറ്റി നമുക്ക് പൂർണ്ണ വ്യക്തതയില്ല എങ്കിലും ദൈവത്തിന് പൂർണ്ണമായ ഒരു വ്യക്തതയും അതിലേറെ സ്പഷ്ടമായ ഒരു പ്ലാനും പദ്ധതിയുമൊക്കെ നമ്മുടെ ജീവിതത്തെ പറ്റിയുണ്ട്. വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്, അവിടുന്ന് ഒരിക്കലും മനുഷ്യമക്കളെ പീഡിപ്പിക്കുകയോ ദുഃഖിപ്പിക്കുകയോ ചെയ്യുന്നില്ല എന്ന്. എല്ലാ വേദനകൾക്കും പുറകിൽ പ്രിയമുള്ളവരെ നമ്മുടെ ആത്മരക്ഷയ്ക്കുപകരിക്കുന്ന, നമ്മെ നിത്യജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്തുന്ന, അനുദിന ജീവിതത്തിൽ നമ്മെ വിശുദ്ധീകരിക്കുന്ന, നമ്മളോടൊപ്പമുള്ള ഓരോ വ്യക്തികളുടെയും വിശുദ്ധിക്കും നന്മയ്ക്കും ഉപകരിക്കുന്ന എന്തൊക്കെയോ നന്മകളും ദൈവീക പദ്ധതികളുമുണ്ട്. ഹെബ്രായക്കാർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും, ദൈവം ശാസിക്കുന്നത് നമ്മെ കൂടുതൽ ശോഭിപ്പിക്കുവാനാണ്. ദൈവം അടിക്കുന്നത് നമ്മെ ശുദ്ധീകരിക്കുവാനാണ്. ദൈവം ശിക്ഷണം നൽകുന്നത് നമ്മെ ശിഷ്യത്വത്തിൽ രൂപപ്പെടുത്തുവാനാണ്. ദൈവം നമ്മെ വേദനാജനകമായി പരിശീലിപ്പിക്കുന്നത് പ്രിയമുള്ളവരെ കൂടുതൽ കഴിവുള്ളവരാക്കി തീർക്കുവാനാണ്. ദൈവത്തിൻ്റെ പദ്ധതിയിൽ, അവിടുത്തെ പരിശുദ്ധിയിൽ നമ്മെ പങ്കുകാരാക്കുവാനാണ്. ദൈവം ഒരുപക്ഷെ നമ്മെ കൂരിരുട്ടിൽ തള്ളിവിട്ടേക്കാം. ദിവസം മുഴുവൻ ദൈവത്തിൻ്റെ കരം നമ്മെ വേദനിപ്പിച്ചേക്കാം. മാംസവും തൊലിയും ജീർണിക്കാൻ ഒരുപക്ഷെ ഇടയാക്കിയേക്കാം. അസ്ഥികളെ തകർത്തേക്കാം. ആക്രമണം, ദുരിതം, യാതന കൊണ്ട് നമ്മുടെ ജീവിതത്തെ പൊതിഞ്ഞേക്കാം. പ്രാർത്ഥനകൾ ചെവിക്കൊള്ളാതെ സകല വഴികളും ഒരുപക്ഷെ അടച്ചേക്കാം. രക്ഷപ്പെടാനാകാത്ത വിധം സഹനത്താൽ തളച്ചേക്കാം. ചിന്തി കീറി ഏകനായി നാം ഉപേക്ഷിക്കപ്പെട്ടേക്കാം. പരിഹാസപാത്രമാക്കി തീർത്തേക്കാം.
ജീവിതം മുഴുവൻ കാഞ്ഞിരം കുടിപ്പിച്ച് കയ്പ് നിറച്ചേക്കാം. കല്ല് ചവച്ച് പല്ല് പൊടിയാനും ചാരം തിന്നാനും ഇടവരുത്തിയേക്കാം. എന്നാലും ഒന്നോർക്കുക, കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല. അവിടുത്തെ കാരുണ്യം ഒരിക്കലും അവസാനിക്കുന്നില്ല. തന്നെ കാത്തിരിക്കുന്നവർക്കും തന്നെ തേടുന്നവർക്കും കർത്താവ് നല്ലവനും സമീപസ്ഥനുമാണ്. പ്രിയമുള്ളവരെ, വിലാപങ്ങളുടെ പുസ്തകത്തിൽ 3-ാം അധ്യായത്തിൽ വീണ്ടും നമ്മൾ കാണുന്നുണ്ട്, കർത്താവ് എന്നെ എന്നേക്കുമായിട്ട് ഉപേക്ഷിക്കുകയില്ല. അവിടുന്ന് വേദനിപ്പിച്ചാലും തൻ്റെ കാരുണ്യാതിരേകത്തിന് അനുസൃതമായി തൻ്റെ വലിയ കരുണയും ദയയും എൻ്റെ ജീവിതത്തിൽ കാണിച്ചു തരുമെന്ന്. പ്രിയമുള്ളവരെ, പല രീതികളിൽ സഹനങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിരിക്കാം. ചില സഹനങ്ങളൊക്കെ കർത്താവ് അറിഞ്ഞ് അനുവദിച്ചു തരുന്ന സഹനങ്ങളാണ്. നമ്മുടെ പ്രവൃത്തികൾക്കനുസൃതമായി ചിലപ്പോഴൊക്കെ സഹനങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നേക്കാം. മറ്റുള്ളവർ നമുക്ക് നൽകുന്ന സഹനങ്ങളുമുണ്ട്. ദൈവിക അനുവാദത്തോടെ ചിലപ്പോൾ പൈശാചിക ശക്തികൾ നമുക്ക് നൽകുന്ന സഹനങ്ങളും വേദനകളും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നേക്കാം. നമ്മൾ സ്വയം ജീവിതത്തിൽ ഏറ്റെടുക്കുന്ന പരിത്യാഗമാകുന്ന സഹനങ്ങളുണ്ട്. പാപം മൂലം നമ്മളിലേക്ക് കടന്നു വരുന്ന വേദനകളും സഹനങ്ങളുമുണ്ട്. പൂർവികർ വഴി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന വേദനകളും സഹനങ്ങളുമൊക്കെയുണ്ട്. ജന്മനാ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന ചില വേദനകളും സഹനങ്ങളുമൊക്കെ ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാകാം. എന്നാൽ ഒരു കാര്യം നമുക്ക് 100% വിശ്വസ്തയോടെ മനസ്സിലാക്കാം, ദൈവം അറിയാതെയും അനുവദിക്കാതെയും ഒരു വേദനയും എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നില്ല. ഫൗസ്റ്റീനായുടെ ഡയറി കുറിപ്പുകളിൽ 303-ാം ഖണ്ഡികയിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: ഞാൻ കൂടുതൽ സഹിക്കുമ്പോൾ കൂടുതൽ സന്തോഷിക്കുന്നു. ഞാൻ കുറച്ച് സഹിക്കുമ്പോൾ എൻ്റെ സന്തോഷവും കുറയുന്നു. ഞാൻ കൂടുതൽ സഹിക്കുമ്പോൾ ഞാൻ കൂടുതൽ സന്തോഷവതിയാണെന്ന് വിശുദ്ധ ഫൗസ്റ്റീന പറയുന്നു. സഹനങ്ങൾ എൻ്റെ ജീവിതത്തിൽ കുറയുമ്പോൾ സ്വതമേ എൻ്റെ സന്തോഷവും കുറയുകയാണെന്ന് ഫൗസ്റ്റീനയുടെ ഡയറി കുറിപ്പുകളിൽ നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കും. പ്രിയമുള്ളവരെ, സഹിക്കാൻ തയ്യാറുള്ള വ്യക്തികളെ പിശാചിന് ഭയമാണ്. അവൻ സഹിക്കുന്ന വ്യക്തികളിൽ നിന്ന് ഓടിയകലുന്നു. അവരെ സമീപിക്കുവാൻ അവൻ ഭയപ്പെടുന്നു. സഹനമില്ലാത്ത ആത്മാവ് അലസതയുള്ള ആത്മാവാണ്. അവൻ ധൂർത്തനാകും. അവൻ്റെ ജീവിതത്തിൽ അവൻ തീർച്ചയായിട്ടും ഒരു ഉഴപ്പനായിട്ട് മാറും. നമ്മിലെ ഈശോയോടുള്ള സ്നേഹത്തിൻ്റെ അളവനുസരിച്ചാണ് പ്രിയമുള്ളവരെ സഹനം സന്തോഷകരമാകുന്നതും സന്താപകരമാകുന്നതും. സഹനമൊരു വിധിയല്ല, അതൊരു നിധിയാണ്. ദൈവത്തെ കണ്ടെത്തുന്ന ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തിൽ, ദൈവത്തെ സ്നേഹിക്കുന്നവൻ്റെ ജീവിതത്തിൽ സഹനങ്ങൾ എന്നും അതേറ്റവും വലിയ സന്തോഷകരമായ ഒരവസ്ഥയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഓരോ സഹനങ്ങളും നമുക്കിപ്പോൾ കർത്താവിനെ സമർപ്പിച്ചുകൊണ്ട് അവിടുത്തെ കരുണയുടെ മുമ്പിൽ നമ്മുടെ സഹനങ്ങളെയും വേദനകളെയും എല്ലാം സമർപ്പിച്ചുകൊണ്ട് ഈ നിമിഷങ്ങളിൽ കർത്താവിൻ്റെ കരുണയ്ക്കായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ പരിപൂർണമായിട്ട് കർത്താവിന് സമർപ്പിച്ചുകൊണ്ട് ഈ കരുണയുടെ തിരുമണിക്കൂറിൽ നമ്മുടെ കർത്താവിനെ നമുക്ക് സ്തുതിച്ച് ആരാധിക്കാം. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തെയും നമ്മുടെ കുടുംബത്തെയുമൊക്കെ ഈശോയുടെ വലിയ കരുണയ്ക്ക് മുമ്പിൽ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിലുള്ള ഓരോ പ്രശ്നങ്ങളും കർത്താവ് അറിയുന്നു. നമ്മുടെ കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തുമ്പോൾ കരുണയും സ്നേഹവും കർത്താവ് നമ്മളിലേക്ക് വർഷിക്കുന്നു. ഈ നിമിഷം നമുക്ക് നമ്മുടെ കുടുംബത്തെ കർത്താവിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അതുപോലെ ഈ കരുണയുടെ തിരുമണിക്കൂറിൽ
ഈ കരുണയുടെ ജപമാല ചൊല്ലി ഓൺലൈനിലായിരുന്നുകൊണ്ട് കർത്താവിന് മുമ്പിൽ സ്വയം സമർപ്പിക്കുന്ന ഏവരെയും നമുക്ക് കർത്താവിന് സമർപ്പിക്കാം. അവരിൽ ചിലർ ഒരുപക്ഷെ രോഗികളായിരിക്കാം. കർത്താവിൻ്റെ കരുണ അവരെ സൗഖ്യപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ജീവിതത്തിൽ ഒരുപാട് ദൈവത്തിൻ്റെ വലിയ ഇടപെടലുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ടാവാം. ശക്തിയോടെ, കരുണയോടെ, സ്നേഹത്തോടെ തന്നെ ആശ്രയിക്കുന്നവർക്ക് സമീപസ്ഥനായ ദൈവം ഈ തിരുമണിക്കൂറിൽ കർത്താവിൻ്റെ കരുണ തന്നിൽ അഭയം പ്രാപിച്ചിരിക്കുന്ന ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് വർഷിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മെയും നമ്മളായിരിക്കുന്ന അവസ്ഥകളെയും നമ്മളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ള ഓരോ വ്യക്തികളെയും നമുക്ക് കർത്താവിൻ്റെ കരുണയോട് ചേർത്ത് വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ കരുണയും സ്നേഹവും നമ്മുടെ ജീവിതത്തിൽ വർഷിക്കപ്പെടട്ടെ, നമ്മുടെ ജീവിതത്തിൽ നിറയട്ടെ. സമാപന ആശീർവാദത്തിനായിട്ട് നമ്മൾ ഒരുങ്ങുമ്പോൾ കർത്താവിൽ പൂർണ്ണമായിട്ട് ആശ്രയിച്ചുകൊണ്ട്, അവിടുത്തെ കരുണയിൽ ആശ്രയിച്ചുകൊണ്ട് നമുക്കായിരിക്കാം. കർത്താവിൻ്റെ കരുണ നമ്മളിൽ നിറയട്ടെ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ,